ഹായ് ഹലോ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാബിനിൽ വന്നിങ്ങനെ ഇരുന്നു. ഇന്ന് ക്ലാസ്സിലുണ്ടായൊരു സംഭവമാണ്. ഞാൻ ഇങ്ങനെ പല ടോപ്പിക്സും നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ റാൻഡംലി നമ്മൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനിടയായി. അപ്പോൾ ഞാൻ എന്താണ് കോൺഫിഡൻസ്, നമുക്ക് എങ്ങനെയൊക്കെ കോൺഫിഡൻസ് കൂട്ടാം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചൊരു കാര്യമാണ്, മാം, ഇസ് കോൺഫിഡൻസ് റിലേറ്റഡ് ടു പാരൻറ്റിങ്? അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം, ഇറ്റ്സ് നോട്ട് സോൺലി റിലേറ്റഡ് ടു പാരൻറ്റിങ്, ബട്ട് യാ, പാരൻറ്റിങ്ങിന് എല്ലാത്തിലും ഒരു ദർ ഇസ് എ റോൾ, ഓഫ് കോഴ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി റോൾ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ മിക്സ് ഓഫ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ എന്തോ എവിടെയും എനിക്ക് അറിഞ്ഞൂടാ, ഇറ്റ് ഈസ് ജസ്റ്റ് സ്റ്റേയിങ് ഇൻ മൈ ഹെഡ്. ആൻഡ് വെൻ ഐ കെയിം ബാക്ക്, നൗ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അബൌട്ട് ദിസ്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മാഞ്ഞ് വന്ന കുറച്ച് മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിലുണ്ട്. അതായത് ഞാൻ ത്രൂ ഔട്ട് മൈ ചൈൽഡ്ഹുഡ് ഐ വാസ് ദിസ് സ്റ്റേജ് പേഴ്സൺ. അത് റെസിറ്റേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാൻസ്, അങ്ങനെയെല്ലാം. എൻ്റെ ഏറ്റവും വലിയ എൻകറേജ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു. ഞാൻ റെസിറ്റേഷനിലേക്ക് വരാൻ തന്നെ കാരണം എൻ്റെ അമ്മയായിരുന്നു കുത്തിയിരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു തരുമായിരുന്നു. ഡാൻസ് കളിക്കുമ്പോൾ വിടുമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ആൾ പിന്നിൽ നിന്ന് ചെയ്തു. പക്ഷേ ഞാനത് കഴിഞ്ഞ് വരുമ്പോൾ നോ മാറ്റർ ദി ഔട്ട്കം ഷീ വിൽ ബി ലൈക്ക് ഓൺ ക്ലൗഡ് 9. അത്രയ്ക്ക് സന്തോഷമാണ് പുള്ളിക്കാരിയുടെ മുഖത്ത്. എന്ന് വെച്ചാൽ ഷീ മേക്സ് എ ബിഗ് ഡീൽ ഔട്ട് ഓഫ് ഇറ്റ്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് പോയിൻ്റ് ഇതിപ്പോൾ ഈ അമ്മ എനിക്ക് ഓവറായി കാണിക്കണം, പക്ഷേ ഇത് എന്തിൻ്റെ ആവശ്യമാണ്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ ഫ്രം മൈ സ്റ്റുഡൻറ്റ് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് എൻ്റെ കോൺഫിഡൻസിൻ്റെ 90% ഇസ് മൈ മദർ. ഇറ്റ് ഈസ് മൈ മദർ. കാരണം എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അതായത് ലോകം ഫുള്ള് എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ടി കൈയടിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടോ നമ്മുടെ ലൈഫിൽ, ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് ആ ഒരു റെക്കഗ്നീഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വേറെ എത്ര പേര് എത്ര നല്ലത് നമ്മളെക്കുറിച്ച് പറഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് ഹിറ്റ് അസ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ എവിടെയൊക്കെയോ ആക്സെപ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള, റെക്കഗ്നൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള എടുത്തൊരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. പലരും എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് യു ടോക്ക് ഓർ യു ആർ ദിസ് ബോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതെൻ്റെ ഫാദറിൻ്റെ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മേ ബി ഐ വർക്ക്ഡ് ഓൺ ഇറ്റ് എ ലോട്ട് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടെങ്കിലും അതിൻ്റെ വലിയൊരു ഭാഗം, അല്ലെങ്കിൽ അതുണ്ട്, അതവിടെ നിൽപ്പുണ്ട്. എന്നാലും ഞാൻ ചെയ്ത്